ഹലോ വെൽക്കം ബാക്ക്. സാധാരണ ഞാൻ ഉച്ചത്തേക്കുള്ള വ്ളോഗൊക്കെയാണ്, കുക്കിംഗ് വ്ളോഗൊക്കെയാണ് ചെയ്യാറ്. ഇന്ന് വൈകുന്നേരം ഡിന്നറിന് സ്പെഷ്യൽ ഉണ്ടാക്കിയപ്പം എടുത്തതാട്ടോ. അപ്പം നമ്മളെ തിരൂർ സബ്ക സ്റ്റൈല് ചിക്കൻ ചില്ലി ഗ്രേവി, അതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ചൊന്നുമില്ല, എന്തെങ്കിലും ഒരു റെസിപ്പി എനിക്ക് ഷെയർ ചെയ്യാത്ത റെസിപ്പി ഉണ്ടാവണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഷെയർ ചെയ്തിട്ടില്ല. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി തന്നെയാണ്. കുറേ ട്രൈ ചെയ്തിട്ട് ആ ഒരു ഫൈനലായിട്ട് അങ്ങനെ ഒരു ഇത് കിട്ടിയതാണ്. ഓക്കെ, എന്തായാലും സബ്ക സ്റ്റൈലിൽ ചിക്കൻ ചില്ലി ഗ്രേവിയും അതുപോലെ തന്നെ നെയ്ച്ചോറും ഉണ്ടാക്കിയത്. ചെറിയൊരു ഗസ്റ്റും കൂടി ഉണ്ടായിരുന്നു, ഇക്കാൻ്റെ ബ്രദറിൻ്റെ മോള്. വെറുതെ റീൻ്റെ റോസിൻ്റെ കൂടെ വന്നതാണ്. അപ്പം എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ പപ്പടം ഉണ്ടാക്കണം, അതിന് വെളിച്ചെണ്ണ ആക്കുവാണ്. അപ്പം എന്താ പറയുക, കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഫ്ലാറ്റിൽ നിന്ന് നമ്മൾ ഇവിടേക്ക് വന്നതിന് ശേഷം ഇങ്ങനെ ഡിന്നർ വ്ളോഗൊന്നും എടുത്തിട്ടില്ല. ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു ആദ്യം, പിന്നെ എന്താ പറയുക, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എവിടെ തുടങ്ങണം എന്നറിയില്ലായിരുന്നു രാത്രിയിലെ വ്ളോഗ്സൊക്കെ. മക്കളെല്ലാവരും ഇവിടെ ഒരുമിച്ച് റൂമിലിരിക്കുന്നുണ്ട്. പിന്നെന്താ, ഇവിടെ ഉമ്മയിപ്പയും വരാറില്ലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉമ്മയിപ്പയും അവർ വന്നിരുന്നു, ഒരു ദിവസം വന്നിരുന്നു, അനിയത്തിയും മക്കളെല്ലാവരും കൂടി. പിന്നെ നമ്മൾ വീട്ടിലിങ്ങനെ എല്ലാവരും വരുന്നത് ഇങ്ങനെ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചാണ്. ചിലർക്കൊന്നും അത് ഇഷ്ടമാണെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ എന്താ പറയുക, നീ ഒരാളെടുത്തില്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂ വേണ്ടല്ലോ. അപ്പം ആരുടെയും അങ്ങനെ വീട്ടിൽ എല്ലാവർക്കും ഒരു പ്രൈവസി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ആര് വരുന്നതും പോകുന്നതൊന്നും ഞാൻ എടുക്കുന്നില്ല, നമ്മൾ മാത്രം മതിയല്ലോ വ്ളോഗിൽ, അങ്ങനെ വിചാരിച്ചതാട്ടോ. പിന്നെ ഈ നെയ്യുണ്ടല്ലോ, അത് നാടൻ നെയ്യാണ്. ഞാൻ മുമ്പ് ഒരു വ്ളോഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പാണ്ടിക്കാടുള്ളൊരു ഫാമിലെ നെയ്യ്, ആദ്യത്തെ നെയ്യാണ് കേട്ടോ. അപ്പം ഈ നെയ്യ് വേണ്ടവർ നല്ല മീൻസ് എന്താ പറയുക, പ്രിസർവേറ്റീവ്സും ഒന്നും ആഡ് ചെയ്യാത്ത നെയ്യാണ്, വിശ്വസിച്ച് നമുക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാം. ഫാമിലെ നെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് നെയ്യ്, ബട്ടർ എന്തെങ്കിലും വേണമെന്നുള്ളവർക്ക് ഞാൻ നമ്പർ കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യൽ കൂടുതലും, നെയ്യിൻ്റെ ആവശ്യത്തിന്. നല്ലൊരു മണമാണ് അതിന്. അപ്പോൾ നെയ്ച്ചോറ്, ചിക്കൻ ചില്ലി ഗ്രേവി, പപ്പടം ഫ്രൈ, എന്താ പറയുക, അതിനെന്താ പറയുക, ഉള്ളിസുർക്ക, ഞങ്ങളിവിടെ ഉള്ളിസുർക്ക എന്നാണ് പറയുക, അത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ അന്നത്തെ ഡിന്നർ കുശാലായിരുന്നു. ഈ ചിക്കൻ ചില്ലി ഗ്രേവി കൂടുതലും നെയ്ച്ചോറിനേക്കാളും ടേസ്റ്റ് പൊറോട്ടയുടെ കൂടെ കേട്ടോ. നല്ല ചൂട് പൊറോട്ടയുടെ കൂടെ ഈ ചിക്കൻ ചില്ലി ഗ്രേവി. തിരൂർ സബ്കേന്നത് കഴിച്ചവർക്ക് അതിൻ്റെ ടേസ്റ്റ് എന്തായാലും അറിയും. ഇൻഷാ അല്ലാ, അപ്പം ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നമ്മളെ വീട്ടിലെ, ഞാൻ പറഞ്ഞില്ലേ, മേലെ ഒരു ടൈൽ വർക്ക് നടക്കുന്നുണ്ടെന്ന്. മേലത്തെ കേട്ടൻ പൊക്കിയാൽ കാണുന്ന വർക്കുണ്ട്. ഇവിടെ കോൺക്രീറ്റ് ആയിരുന്നു, പ്ലെയിനാണ്. അപ്പം ഇപ്പോൾ നമ്മൾ ടൈൽ വെക്കാൻ കാരണം സ്ലോപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെയാണ് ആ ടൈലിൻ്റെ വർക്ക്. ഡിസൈന് കാണുന്നില്ല, ഫുൾ കവേർഡാണ്. ആദ്യം ബാക്കിയുള്ള ടൈൽസൊക്കെ വെച്ച് ഒട്ടിക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ മുകളിലതായതുകൊണ്ട് ഈ ഗ്ലാസ്സിലൂടെ കാണുന്നതായതുകൊണ്ട് തന്നെ കുറച്ച് ബാക്കിയുള്ള ടൈൽസ് ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ വാങ്ങിച്ചു ടൈൽസ് കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ ഒന്നും വല്ലാണ്ട് കാണിച്ചിട്ടില്ല. ഇൻഷാ അല്ലാ ഞാൻ കാണിക്കേണ്ട വീടിൻ്റെ വീഡിയോസ്. 5 ബെഡ്റൂംസ് ഉണ്ട് കേട്ടോ. ആരോ ചോദിച്ചിരുന്നു, ആകെ 2 റൂമേ ഉള്ളൂ എന്നുള്ള. 5 ബെഡ്റൂംസ് ഉണ്ട്, എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തള്ളിയാൽ മതി. ഓക്കെ, ഓക്കെ. ഇത് ബ്ലൈൻഡ്സ് തന്നെയല്ലേ? വുഡൻ ബ്ലൈൻഡ്സ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇവിടെ എല്ലാം നിങ്ങൾ തന്നെ ചെയ്തിട്ടുള്ളത്. എൻ്റെ പേരെന്തായിരുന്നു കേട്ടൻ? ഇൻസ്റ്റൈൽ കാലിക്കറ്റ് അല്ലേ? പേര് മാത്രം. നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിരുന്നു വന്ന്. നല്ല കേട്ടൻസ്, താങ്ക് യു. ഇവിടെയും ഈ ഒരു രീതിയിലുള്ള കേട്ടനാണ് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ പൊക്കിയിട്ട് ലോക്ക് ചെയ്യണം. ഓക്കെ, എങ്ങനെയാണ് പറഞ്ഞത് ഇപ്പോൾ? ഓക്കെ, ലോക്ക്ഡ്. ഇങ്ങോട്ട് ഇങ്ങനെ ആക്കിയ താഴ്ച. ക്ലോസിങ്, ഓപ്പണിങ്. വാ.
അങ്ങനെ കേട്ടൻ്റെ ആൾക്കാരും പോയി. പിന്നെ ഇനി വലിയൊരു ടാസ്ക് എന്താണെന്നറിയോ? നമ്മളെ ഫ്ലാറ്റ് ഒഴിവാക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു ഞങ്ങളുടെ ഫ്ലാറ്റാണോ എന്ന്. ഞങ്ങളുടെ ഫ്ലാറ്റ് ഒന്നുമല്ല, നമ്മൾ റെൻറ്റിന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ ഫ്ലാറ്റിലെ സാധനങ്ങളൊക്കെ ലാസ്റ്റ് മൊമെൻറ്റിലാണ് നമ്മൾ എല്ലാതും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം എന്താ പറയുക, നമ്മൾ ഫ്ലാറ്റിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. കുറേ പാക്കിങ്ങൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പെട്ടി കൊണ്ട് നമ്മൾ വീട്ടിലോട്ട് തന്നെ പോവാണ്. അവിടെ വീട് പണീൻ്റെ ടീംസും ഉണ്ട് കേട്ടോ. എല്ലാം കൂടി ആയിട്ട് ആ ലാസ്റ്റ് ഉണ്ടല്ലോ, ഭയങ്കര ഒരു ചുറ്റിത്തിരിക്കലുണ്ടല്ലോ. എന്തായാലും പിന്നെ അങ്ങനെ എന്താ പറയുക, പലരും പറയാറുണ്ട് നമ്മളിങ്ങനെ വീട് പണി കഴിഞ്ഞ് എല്ലാം അങ്ങനെ സുഖമായിട്ട് നടന്നാൽ അത് ശരിയാവില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളത് നല്ല തന്നെയാണെന്ന് പറയും. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഫ്ലാറ്റും അതും ഇതും എല്ലാം കൂടി ഒരുമിച്ച് വന്ന് പണിക്കാരും ഒക്കെ കൂടി ആയപ്പോൾ ഫ്ലാറ്റിൽ ഈ സാധനം ഒഴിവാക്കൽ വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പം ഞാനിതാ 2 വലിയ ബാഗിൽ നമ്മൾ ഡ്രസ്സുകൾ കുറച്ച് മാത്രമാണ് വെച്ചിട്ടുള്ളത്. ഇനി എത്ര പോരെ സാധനം അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരാണ്ടെന്നറിയോ. നമ്മൾ കുറേ ആയല്ലോ ഫ്ലാറ്റിൽ നിൽക്കുന്ന, അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സാധനങ്ങൾ എടുക്കലും പിടിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് അത്യാവശ്യം ഇവിടെ ഫ്ലാറ്റിൽ നിറച്ചിട്ടുണ്ട് ഞങ്ങളുടെ സാധനങ്ങൾ. അപ്പോൾ രാവിലെ മക്കൾ കിടന്നുറങ്ങുന്നുണ്ട്. ഞാൻ പിന്നെ ഫ്ലാറ്റിൽ വന്ന സമയത്ത് നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇനി ഈ 2 പെട്ടി നമ്മൾ കാറിൽ വെക്കണം. എന്നിട്ട് ഞങ്ങൾ നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. പോകുന്ന വഴി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. കാറിൽ ഇതാ പെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കാണുന്ന പോലെ നല്ല വെയിറ്റ് ഉണ്ട്. അത്യാവശ്യം ഡ്രസ്സുകൾ കുത്തി നിറച്ചിട്ടുണ്ട്. പോകുന്ന വഴി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. ഞാൻ പൂരി ഭാജി കഴിച്ചത്, ഇക്ക ഉപ്പുമാവ്. ഓക്കെ, എനിക്കെന്തൊപ്പം എല്ലാത്തിനോടും ഒരു മടുപ്പായിട്ടുണ്ട്, ഈ മസാല ദോശയും ഇഡ്ഡലിയും അതിനോടൊക്കെ. പിന്നെ കുഴപ്പമില്ലാണ്ട് ഇഷ്ടമുള്ളത് ഇപ്പം പൂരി ഭാജിയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളിതാ വീട്ടിലോട്ട് പോവാണ്. വലിയ മൂഡൊന്നുമില്ല, കാരണം കുറേ പണികളുണ്ട്. ഇനി വീട്ടിലെത്തിയാലും പണിക്കാരുണ്ട്, വീട് വൃത്തിയാക്കാനുണ്ട്. ഒരു വല്ലാണ്ടൊരു എന്താ പറയുക, നമ്മൾ ഫ്ലാറ്റിൽ നിൽക്കുന്ന പോലെയല്ല നമ്മൾ വീട്ടിൽ നിൽക്കുന്ന, ഒരുപാട് ചുറ്റുപാടുകൾ നോക്കാനുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ദാ ഈ നനയ്ക്കൽ, ഇത് ഞാൻ പറഞ്ഞല്ലോ ആ ഇറക്കത്തിലാണ് നമ്മളെ വീടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ മണ്ണ് നമ്മളെ വീട്ടിലോട്ട് ഇൻ്റർലോക്കിലോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ട്രെഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നനച്ചു കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളിനിയിപ്പോൾ എവിടെ പോയാലും നനയ്ക്കണമല്ലോ, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ. അപ്പോൾ അതാണ് ചെയ്യുന്നത്. അതാണെങ്കിൽ പൈപ്പ് എത്തുന്നില്ലായിരുന്നു. ആദ്യം ഞാൻ എന്തിങ്ങനെ ചെയ്തതെന്നറിയോ, താഴ്ന്ന ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് നനയ്ക്കലായിരുന്നു. ഒരു 3-4 ബക്കറ്റ് വേണ്ടി വരും. ഇതിപ്പോൾ പൈപ്പ് എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ എത്തിച്ച് 2 പൈപ്പ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കുറേശ്ശെ വെള്ളം കിട്ടുന്നുള്ളൂ. പിന്നെ ഞാൻ മാത്രമല്ല കേട്ടോ നനക്കാറ്, ഇക്ക് നനക്കാറുണ്ട്. അതാണ് ഇപ്പോൾ ഇക്ക അവിടെ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ പറയുന്നത്. ഇത് കാണുന്നവർ വിചാരിക്കും എന്നും ഈ എന്നെ നനക്കലെന്ന്. ഞാൻ നനക്കാറുണ്ട്, റോസ് നനക്കാറുണ്ട്, റീനു നനക്കാറുണ്ട്, ഇക്ക നനക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായി ഇത് വെച്ചിട്ടോ. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഇതിന് എല്ലാം റെഡി ആവുള്ളൂ. ഇനിയിപ്പോൾ രസം എന്ന് വെച്ചാൽ ഫ്ലാറ്റ് ഒഴിവാക്കുമ്പോഴേ നമ്മളിതാ കാർ ഇവിടെ വരെ വരുള്ളൂ. ഇനി ഇവിടുന്ന് സാധനങ്ങളും കൊണ്ട് നമ്മൾ അത്രയും ദൂരം നടക്കണം, ഓരോ സാധനങ്ങളും അത്രയും സാധനങ്ങൾ. അത് വലിയൊരു ടാസ്ക്കായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇത്രയും ദിവസങ്ങൾ ഉണ്ടായിട്ട് ഒന്നും ചെയ്തില്ല. നമ്മളെല്ലാം ലാസ്റ്റ് മൊമെൻറ്റിലോട്ട് വെക്കും. അതാണിപ്പോൾ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഏതായാലും വെള്ളം എടുത്തല്ലോ, അപ്പോൾ ഞാൻ കുറച്ച് ചെടിക്കും കൂടി നനച്ചു കൊടുത്തു. അവിടെ നമ്മൾ ഗ്രില്ലിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ കിണറിൻ്റെ ഗ്രില്ല് വയ്ക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം വീടിൻ്റെത് അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ, ഞാൻ വീഡിയോയിൽ അധികം കാണിച്ചിട്ടില്ല. ഫ്രണ്ടിൽ നിന്ന് നമ്മൾക്ക് നോക്കുമ്പം ഇവിടെ കാണൂല. ടൈല് ആ മേലെ ഒട്ടിക്കണില്ലേ, അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മേലേക്ക് കയറിയിട്ടില്ല. മേലേക്ക് കയറിയാൽ അത് കാണുള്ളൂ. പിന്നെ നമ്മൾ പുല്ലുകളൊക്കെ ഒന്ന് മുളച്ച് വരുന്നുണ്ട്. കുറച്ച് സ്ഥലത്ത് കരിഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നറിയോ, നമ്മൾ പെയിൻറ്റ് കുറച്ച് സ്ഥലത്ത് വീണിട്ടുണ്ടായിരുന്നു, അവിടെയാണ് കരിഞ്ഞിട്ടുള്ളത്. പിന്നെ ഇക്കതാ വണ്ടിയിൽ കുറേ ഉണ്ട്, സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വരുന്നുണ്ട്. ബാഗും ബാക്കി സാധനങ്ങളൊക്കെ എടുത്തിട്ടോ. പിന്നെ ഇന്നിപ്പം മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ജോലി പറയാൻ ആളില്ലല്ലോ. മറ്റേത് നമ്മൾ മക്കളുണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു വാല്യൂ മനസ്സിലാവില്ല. റീനു അതെടുക്ക്, റോസു അതെടുക്ക്, റൂഹി വരെ ഓരോ സാധനങ്ങൾ എടുത്ത് കൊണ്ടുവരും. ഇതിപ്പോൾ ഒന്നുമില്ല, ഇത് നമ്മൾ തന്നെ ചെയ്യണം, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ നമ്മൾ ഇവിടെ ഈ ബാക്കിൽ ടൈലിൻ്റെ ആൾക്കാർ അതൊക്കെ സ്റ്റിക്ക് ചെയ്ത് പോയതായിരുന്നു. പിന്നെ നമ്മൾ കുറേ പണികൾ അതും ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറേ കച്ചറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് പോയിൻ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു ടൈല് പുറത്തുള്ളത്.
അതൊക്കെ ഒന്ന് പോയിൻ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഇവിടെയൊക്കെ എന്തോ ഒരു കാറൊക്കെ വീണ് പോളിഷ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ടൈലിൻ്റെ മേലെ ഒരു പോളിഷിങ് എന്തോ സാധനം ഇതാക്കാണ്ട് അതൊക്കെ ചെയ്തു അവർ. അപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ അടുത്തത് വലിയൊരു ടാസ്ക്കാണ് എൻ്റെ ഈ കൊണ്ടുവന്ന സാധനങ്ങൾ ഇവിടെ ഇറക്കുക എന്നുള്ളത്. അപ്പം വാർഡ്രോബിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ നിറക്കുവാണ്. അപ്പോൾ നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ട് ഇപ്പോൾ ഇന്നാണ് വാർഡ്രോബിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ നിറക്കാൻ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. ഇതുവരേക്കും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം വേറെ ഒന്നുമില്ല, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വെച്ചിട്ട് എല്ലാതും കൂടി കുത്തി നിറക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് മേലെ കൊണ്ടുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിനകത്ത് ആദ്യം ഒരു ഷീറ്റ് വിരിക്കുന്നുണ്ട്. അത് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചതാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, വാർഡ്രോബിനകത്തൊക്കെ വെക്കുന്ന ഷീറ്റാണ്. അത് വെക്കാനൊരു റീസൺ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം അതിൻ്റെ റീസൺ. ഇനി ഈ സാധനങ്ങളൊക്കെ ഓരോന്ന് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ സാധനങ്ങളുള്ള പെട്ടിയാണ് മെയിൻ ഇപ്പം എടുത്തു വെക്കുന്നത്. പിന്നെ അടുത്തത് ഇക്കാൻ്റെ സാധനങ്ങളുള്ളതാണ്. മക്കൾക്കൊക്കെ ഞാൻ റോസിനോ റീനൊക്കെ ഓരോ പെട്ടി കൊടുത്തിട്ടുണ്ട് അവരുടെ സാധനങ്ങളാകുമ്പോൾ. അപ്പോൾ അവരെന്നെ എടുത്ത് വെച്ചോളും. നമ്മളെല്ലാവരും കൂടി മിക്സ് ആക്കി വെക്കുമ്പോഴുണ്ടല്ലോ, പിന്നെ എടുത്ത് വെക്കുമ്പം ചിലപ്പോൾ നമ്മളെ സാധനങ്ങൾ കാണാണ്ടാവും. എനിക്കത് ഭയങ്കര ഒരു ഇടങ്ങേറാണ്, എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഞാൻ എപ്പോഴും ടൂറ് പോവുകയാണെങ്കിലും എവിടേക്ക് പോവുകയാണെങ്കിലും അവരവർക്ക് ഓരോ പെട്ടി എടുക്കും. എന്നാൽ പിന്നെ ആ പെട്ടിയുള്ള സാധനങ്ങൾ അവരത് മാത്രമാണല്ലോ, നമ്മളിൽ കൈയിട്ട് വരാൻ നിൽക്കില്ലല്ലോ. ഇക്കാൻ്റെ ഡ്രസ്സിൻ്റെ കൂടി ഞാൻ എൻ്റെ ഡ്രസ്സ് വെക്കില്ല. പിന്നെ എൻ്റെ ഡ്രസ്സ് കാണാണ്ടാവും, എവിടെയെങ്കിലും കൊണ്ടിടും. അപ്പോൾ ഇത് എൻ്റെ ഡ്രസ്സാണ്. ചിലപ്പോൾ ഞാൻ എൻ്റെ കൂടെ റൂഹിൻ്റെ വെക്കും, കാരണം റൂഹി നോക്കൂലല്ലോ. അങ്ങനെ എല്ലായിടത്തും ഉണ്ടാവും അങ്ങനെ ഓരോന്ന്. പിന്നെ അപ്പോൾ ഡ്രസ്സുകൾ ഇപ്പം എനിക്ക് ഹാങ് ചെയ്തിടാനുള്ള ഡ്രസ്സാണ്, അതൊക്കെ അയൺ ചെയ്തിടാനുണ്ട്. അപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ താഴത്തെ റൂമിലാണ് വെക്കുന്നത്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമിൽ എനിക്ക് സ്പേസ് ഇല്ല, കാരണം അവിടെ ഇക്കാൻ്റെ സാധനങ്ങൾ മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വാർഡ്രോബ് എനിക്ക് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്, ഒരു ഷെൽഫ്, ഒരു ഭാഗം മാത്രം. ബാക്കി എല്ലാതും നിങ്ങൾ എടുത്തോളൂ, എനിക്ക് ഈ റൂമിലത്തെ മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആദ്യം നമ്മൾ തമ്മിലൊരു എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതങ്ങനെയാണല്ലോ, കാരണം എല്ലാം കൂടി കലപിലാവുമ്പോൾ എല്ലാവരും കാണാണ്ടാവും, എല്ലാവരും വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പം ഈ കിഡ്സ് റൂമിൽ എൻ്റെത് വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ എൻ്റെ ഹിജാബ്സ്, അതിന് ഹിജാബ് ഓർഗനൈസറൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ സെറ്റാക്കുമ്പോൾ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ഞാനിതെല്ലാം കൂടി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുകയാണ്, ഒരു ഷെൽഫിൽ വെക്കുന്നത്. കാരണം ഇത് ഓർഗനൈസറൊക്കെ വെക്കാൻ ഒരുപാട് പണിയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ നമുക്ക് തിരിച്ച് കഴിഞ്ഞ് ഫ്ലാറ്റിലോട്ട് തന്നെ പോയിട്ട് മക്കളെടുക്കാനുണ്ട്. എൻ്റെ വീട്ടിലാണ് ഉച്ചത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കലൊന്നും നടക്കില്ല. അപ്പം ഹിജാബ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഈ വാർഡ്രോബിൽ ഒരു സംഭവം ഉണ്ടെന്ന്, കണ്ടോ. ഇത് വാർഡ്രോബൊക്കെ വെക്കുന്ന സമയത്ത് നല്ല വൃത്തിയിൽ വെച്ചാണ്. പിന്നെ എന്തോ എനിക്കറിയില്ല, നമ്മൾ വീട് പണീൻ്റെ സമയത്തുണ്ടല്ലോ, നമ്മൾ എപ്പോഴും ഒരു സൂപ്പർവൈസർ നമ്മളെ ഭാഗത്ത് നിർത്തണം, എന്നിട്ട് ഇതെല്ലാം നോക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കേടായി പോകും നമ്മുടെ സാധനങ്ങൾ. ഇതിപ്പോൾ ആരെ നമ്മൾ കുറ്റം പറയുക, എങ്ങനെ ഇത് സംഭവിച്ചു ഒന്നും അറിയില്ല. അങ്ങനെ ഇവിടെ നമ്മളെ വീട്ടിൽ കുറേ അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ വെച്ചതായിരിക്കും കേട്ടോ, പക്ഷേ എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യുമ്പോൾ മൊത്തത്തിലാണ് കേടാവുന്നത്. ആരും നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു സൂപ്പർവൈസറിനെ നമ്മളെ ഭാഗത്തുനിന്ന് വെക്കണം, ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒന്നും നടക്കില്ല. അങ്ങനെ സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങളിതാ വീണ്ടും തിരിച്ച് നമ്മൾ ഫ്ലാറ്റിലോട്ട് തന്നെ പോവാണ്. കുറച്ച് കാലി പെട്ടിയും കൂടി കൊണ്ടുപോകുന്നുണ്ട് പോകുന്ന വഴിക്ക്. പിന്നെ എൻ്റെ വീട്ടിലാണല്ലോ ഫുഡ്. അപ്പോൾ നമ്മൾ ഫ്ലാറ്റിലെത്തി മക്കളോട് താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഏകദേശം ലേറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ഫുഡ് കഴിക്കാൻ ലേറ്റാവും, അവരും ലേറ്റാവും. അപ്പോൾ ഇതാ റോസും റൂഹിയും കൂടി ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. ഇന്ന് കുക്കിംഗ് വ്ളോഗ്സ് ഒന്നും അധികം എടുത്തിട്ടില്ല, കാരണം അറിയാമല്ലോ നമ്മൾ തന്നെ ഓടി നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നല്ല വ്ളോഗ്സുമായിട്ട് ഉടൻ തന്നെ വരാം. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എപ്പോഴും പറയുമ്പോഴാണ് നിങ്ങൾക്കത് ഓർമ്മ ഉണ്ടാവുന്നതെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. കുട്ടികൾക്ക് കാല് വെക്കാനൊന്നും സ്പേസ് ഇല്ല, കാരണം നമ്മളെല്ലാതും ഡിക്കിൽ സാധനങ്ങളായതുകൊണ്ടേ. അങ്ങനെ എൻ്റെ വീട്ടിലെത്തി. എൻ്റെ വീട്ടിൽ പിന്നെ വരുമ്പോഴൊരു പ്രതീക്ഷയാണ്, ഒരുപാട് സാധനങ്ങൾ കഴിക്കാനുണ്ടാവും എന്നുള്ള പ്രതീക്ഷ. അപ്പോൾ ഇന്ന് രാവിലെ ഉപ്പ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഇങ്ങോട്ടേക്ക് വരും, അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചുകൊണ്ടിരുന്നു. അപ്പം പല വെറൈറ്റി സാധനങ്ങളുണ്ട്. ഇക്കത് കണ്ട അപ്പുറത്തെ എളാപ്പൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് മാങ്ങ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇക്കാൻ്റെ ഒരു കാര്യം. അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ വരാൻ വേണ്ടിയിട്ട്. ഇന്ന് അനിയത്തിൻ്റെ സ്പെഷ്യൽ ഹൈദരാബാദി ബിരിയാണിയാണ്. പിന്നെ ഇവിടുത്തെ ഉമ്മാൻ്റെ സ്പെഷ്യൽ കൂന്തൽ ഫ്രൈ. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂന്തൽ ഫ്രൈ. പിന്നെ മത്തനില ഒരു വെറൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ കറി. ഇക്കാൻ്റെ ഫേവറേറ്റ് സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വ്ളോഗുമായിട്ട് ബൈ. താങ്ക് യു.